അസ്സലാമു അലൈക്കും. അത്താഴച്ചോറൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീക്കണ സമയത്ത് രാവിലെ നമ്മൾ വിചാരിക്കും ഇന്ന് വൈകുന്നേരം നമുക്ക് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല പലഹാരമൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നല്ലേ. കാരണം ആ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി രാവിലെ ആകുമ്പോൾ എണീക്കണ സമയത്ത് നല്ലൊരു എനർജി ആയിരിക്കും. അപ്പം എന്താ വിചാരിക്കുക, വൈകുന്നേരം നമുക്ക് ഉഷാറാക്കണം, ഇന്നലെ ഏതായാലും ഇങ്ങനെയൊക്കെ ആയെന്ന് വിചാരിക്കാത്ത ഉമ്മമാരുണ്ടാവില്ല. എന്താ വെച്ചാൽ ഈ വൈകുന്നേരം ഇങ്ങോട്ട് ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലുള്ള അടുക്കളയിൽ പത്തിരി ആവട്ടെ കറി ആവട്ടെ ഒരുപാട് തിരക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ ഇനിയിപ്പോൾ ഒന്ന് പലഹാരമൊന്നും വേണ്ട, എന്തെങ്കിലും നാരങ്ങ വെള്ളമോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മക്കളെ കണ്ണിൽ പൊടിയിടും അല്ലേ. അപ്പോൾ നമ്മൾ ഈ മക്കൾ കണ്ണൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം എന്ന് ആഗ്രഹിക്കാത്ത മക്കളുണ്ടാവില്ല. അപ്പോൾ ഏതൊരു ഉമ്മമാർക്കും ആ കണ്ണൊക്കെ നോക്കുമ്പോൾ ഒരു ടെൻഷനായിരിക്കും അല്ലേ. എന്താ അമ്മ ഇന്ന് പൊരികളൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇനി ആരും ടെൻഷൻ ആവണ്ട കേട്ടോ, നിങ്ങളിനിപ്പോൾ എത്ര പത്തിരിയും കറിയും ഇനി എന്തൊക്കെ പണികൾ നിങ്ങൾ അന്ന് എടുത്തിട്ടുണ്ടോ വൈകുന്നേരം വരെ എടുത്തിട്ടുണ്ടെങ്കിലും എത്ര ക്ഷീണിച്ച ആളാണെങ്കിലാണെങ്കിലും പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനിപ്പോൾ നിങ്ങൾക്ക് കഴിയണില്ല, ഉമ്മമാർക്ക് കഴിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി, മക്കൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം അത്രക്കൊരു നല്ലൊരു പലഹാരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി പോലെ നമ്മൾ മക്കൾക്ക് അരിയാലും ഇനിയിപ്പോൾ കഴിയൂല്ലെങ്കിൽ നമുക്കൊന്നാണ് അരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മീഡിയം സൈസിലുള്ള സവാള, ചെറിയൊരു സവാളയാണ്, മീഡിയനും അല്ല പറ്റ ചെറുതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണം വേറെ ഇന്നലെ അരിഞ്ഞതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാനിതാ പറ്റ ചെറുതാക്കിയാണ് കട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്യണത് ചെറിയൊരു ലേശം മല്ലിയിലയാണ്, മല്ലിച്ചപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കട്ട് ചെയ്യുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ അപ്പോൾ കട്ടിംഗ് ബോർഡൊന്നും എടുക്കാതെ എങ്ങനെ അരിയണമെന്ന്. ഞാൻ എന്താ വെച്ചാൽ തിരക്കിട്ട സമയത്തൊന്നും ഞാൻ കട്ടിംഗ് ബോർഡ് എടുക്കില്ല, കൈ കൊണ്ട് തന്നെ വേഗം അങ്ങോട്ട് അരിഞ്ഞെടുക്കും. കട്ടിംഗ് ബോർഡ് എടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ കട്ടിംഗ് ബോർഡ് ഒന്ന് കഴുകണം, അങ്ങോട്ട് വെക്കണം, അതൊക്കെ പിന്നെ എനിക്കത് ഉണങ്ങാൻ ഞാൻ കരിമ്പം കുത്തുന്നുള്ള ടെൻഷന് എല്ലാം കൂടെ ആണിനേക്കാളും നല്ലതാ കൈ കൊണ്ടൊക്കെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇനി കൈയൊന്നും ആരും മുറിക്കാൻ പോകണ്ട, ഞാൻ കട്ട് ചെയ്യണ കണ്ടാണ്ട് നിങ്ങൾ ഇതന്നെ എടുത്തോളേണ്ടി എന്ത് കട്ടിംഗ് ബോർഡിന്. ഏതായാലും ഇതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്, ലേശം കറിവേപ്പിൻ്റെലും കൂടി കട്ട് ചെയ്തേന് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഈ ഒരു നൂഡിൽസിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങളടുത്ത് കോൺഫ്ലോർ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഈ ഒരു പലഹാരം ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ലേശം മൈദപ്പൊടി എടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ ലേശം ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂണാണ്. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ നൂഡിൽസിൻ്റെ ഒരു പൊടി ഉണ്ടാവുമല്ലോ, ഒരു 20 റുപ്യ 30 റുപ്യ വില എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു നൂഡിൽസ് പാക്കറ്റിന് ഇത് കൊണ്ടല്ലോ ഒക്കെ ഉണ്ട്, പക്ഷേ വില എനിക്കറിയില്ല. ഏതായാലും ഈ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റിൽ ഇതുപോലെ 2 സംഭവങ്ങളുണ്ടാവും, 2 വട്ടം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു വട്ടമാണ് കേട്ടോ എടുക്കുന്നത്. ഇതാ കാണിച്ചു തരാം. ഒരു വട്ടം എടുത്തിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വട്ടം എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം പലഹാരം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇപ്പോൾ നൂഡിൽസൊക്കെ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നൂഡിൽസ് വെച്ചിട്ടാണെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടവും. നമ്മൾ ഉമ്മമാർക്കാണെങ്കിലും നല്ല ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയും കൂടിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അതിനൊരു ഇതെടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊടി ഞാൻ നൂഡിൽസ് വേവിക്കുന്നതിനകത്ത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, അത് ഇട്ട് കൊടുക്കരുത്, അത് നമുക്ക് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. എപ്പോഴും വെച്ചാൽ മേളി ആ ഒരു നൂഡിൽസൊക്കെ ഉള്ളിയും ഇതും എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു പാക്കറ്റ്, നമുക്ക് 2 പാക്കറ്റ് ഇതിൽ കിട്ടും, പക്ഷേ അത് രണ്ടും 2 റൗണ്ട് ഉണ്ടാവുമല്ലോ, അതിന് ഓരോന്നിനും കരുതിയാൽ മതി. അപ്പോൾ ഒരു റൗണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു പാക്കറ്റ് ഇതിൻ്റെ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരൊറ്റ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളെ നൂഡിൽസിൻ്റെ അളവ്, സവാളിൻ്റെ അളവ്, നിങ്ങൾ ഈ ഒരു സംഭവം പലഹാരങ്ങൾ കൂടുതൽ അളവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികൾ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, ഒരു കോൺഫ്ലോർ മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അത്ര സംഭവങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു മസാല വഴറ്റുന്ന പ്രശ്നം ഒന്നുമില്ല കേട്ടോ. ഈ ഒരു നൂഡിൽസ് വേവിക്കുക അത്ര പണിയുള്ളൂ. നൂഡിൽസിൽ ഞാൻ ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല, ഇതിന് മസാല പോലും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഇതുപോലൊരു കോണാകൃതിയിൽ വെട്ടിയിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം.
എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ഇത് സംഭവം ഇങ്ങോട്ട് വെച്ചെടുത്തേ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കോഴിമുട്ടയും കോൺഫ്ലോറും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഈ ഒരു ബ്രെഡുമ്മൽ ഒട്ടി പിടിക്കും കേട്ടോ, നല്ലോണം ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ട കേട്ടോ, കാരണം ആ ഒരു കോൺഫ്ലോർ മാത്രമേ ഇതിൽ നനയാനുള്ളൂ. പിന്നെ ഉള്ളി പച്ചമുളക് അതിനൊന്നും പ്രത്യേകിച്ചൊരു നനവൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു കോൺഫ്ലോർക്കും വേണ്ടിയിട്ട് നമ്മളിതേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് ഇത്ര എടുക്കുക അത്ര എടുക്കുക അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. എത്രത്തോളം ഫില്ലിംഗ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഞാൻ ബ്രെഡ് കട്ട് ചെയ്യാനായിട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എളുപ്പമാണ്. കട്ട് ചെയ്താൽ അതിൻ്റെ മേലെ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല വഴറ്റിയ ഫില്ലിങ് അങ്ങനെ റെഡിയാക്കി എടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നല്ല എളുപ്പമാണ്. പിന്നെ നമ്മളൊരുവിധം പലഹാരത്തിനൊക്കെ നമ്മൾ പത്തിരി പോലെ പരത്തി ഉണ്ടാക്കണം. ഇതിനാവുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയാവും. പിന്നെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ട് ഒരു ലേശം ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാണ്ട് ഒന്ന് വെച്ചെടുത്ത് എന്നിട്ട് വെച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലിലൂടെ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കേണ്ടതേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറാണ് വരെ നിന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ബ്രെഡിൻ്റെ പാകലിട്ടുന്നത്, അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബ്രെഡ് ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു നൂഡിൽസ് ഒന്നും കൊഴിഞ്ഞ് പോകുന്നുള്ള ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ആ ഒരു മുട്ടയുടെയും അതുപോലെ തന്നെ മുട്ടൻ്റെ കൂടെ കോൺഫ്ലോർ ഉണ്ടല്ലോ, രണ്ടും കൂടി ചേരുമ്പോൾ തന്നെ ആ ബ്രെഡ് വന്ന് ഈ ഒരു നൂഡിൽസ് ഒന്നും ഒരിക്കലും പോകില്ല കേട്ടോ. ബ്രെഡ് മേലെ ശരിക്കും അങ്ങോട്ട് പ്രസ്സായിട്ടുണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ. ബ്രെഡിൻ്റെ ഭാഗം വേഗം മറിച്ചിടുക. നൂഡിൽസിൻ്റെ ഭാഗം ഇനി കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ക്രിസ്പിയാണ് വരെ കാത്തൊക്കെ ഇരിക്കുക. പക്ഷേ ഈ നൂഡിൽസും നല്ലോണം വെന്തതാണ്. ഇതിൽ വേവാത്തതായിട്ട് ഇനി പറയുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു സവാളയും പച്ചമുളകും ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരുപാട് നേരം വേവണ്ട. എന്നാലും നമ്മുടെ ഈ ഒരു നൂഡിൽസ് ഒരു ക്രിസ്പിയായി കിട്ടണ്ടേ, അപ്പോഴല്ലേ ഒരു കാണാനും ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു വെറൈറ്റി റെസിപ്പി നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലത്ത് എല്ലാ മക്കളും നോമ്പ് ഓൽക്കും അല്ലേ. പണ്ടത്തെ പോലൊന്നുമല്ല. പണ്ടൊക്കെ തന്നെ നോമ്പ് ഓൽക്കാൻ ഉമ്മാരെ അയക്കില്ല. പോരാത്തതിന് മടി അങ്ങനത്തെ ഒരു കാലേനി. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കുഴപ്പമാണ്. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്തിരിയും കറിയും മാത്രമല്ലേ ചായയും. പക്ഷെ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് മക്കളൊക്കെ ഒരുപാട് ജ്യൂസും എല്ലാം കഴിക്കണോണ്ട് തന്നെ ആയിരിക്കാം അധികം മക്കൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിയുന്നുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും അവരൊക്കെ തളർന്നിട്ടുണ്ടാവും, കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട നല്ലൊരു പൊളി പലഹാരമായതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവരും ഉണ്ടാക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു അസർ നിസ്കാരത്തിന് ശേഷമൊക്കെയാണ് അടുക്കളയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നല്ലൊരു യുദ്ധം തന്നെ ആയിരിക്കുമല്ലോ അടുക്കളയിൽ നമ്മളും തമ്മിൽ. കാരണം എന്തൊക്കെയാണ് ആക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളെ ക്ഷീണവും കുഴക്കൊക്കെ മാറി നമ്മളൊരു എന്തൊക്കെയോ യന്ത്രം പോലെ നമ്മൾ തിരിഞ്ഞെടുക്കും അടുക്കളയിൽ. പക്ഷെ പിന്നെ നമുക്ക് അതിൻ്റെ ക്ഷീണക്കാരനെ നോമ്പ് തുറക്കണ സമയത്തായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടൈമിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതൊന്ന് കഴിക്കണം, അപ്പോഴെങ്കിലും മനസ്സിലാവണം എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ള കേട്ടോ. അതുപോലെ തന്നെ നല്ല ഈസിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പരമാവധി ആളിലേക്കൊന്ന് അയച്ചു കൊടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഇത് ഒരു പക്ഷേ ചിലവരെ ഫോണിലേക്കൊക്കെ ചെല്ലും, ചിലവരിലേക്ക് ചെല്ലൂല. അപ്പോൾ നിങ്ങളാണ് ഇനി അതിന് വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഒരു വലിയൊരു പ്രയാസമൊന്നും ഇല്ലല്ലോ. നിങ്ങളൊന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ പോരെ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. ഈ ഒരു മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നല്ലത് മനസ്സോട് കൂടി എന്ത് ചെയ്താലും അതിന് ഒരുപാട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കൂലി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കുക. അല്ലാത്തവരും വീഡിയോ കാണാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. നമ്മളെ ഗ്രൂപ്പിൽ ഒരു 50 പേരുണ്ടെങ്കിൽ ഒരു 5 പേരെങ്കിലും ഇതിൽ ട്രൈ ചെയ്യാതിരിക്കില്ലല്ലോ.
അതുകൊണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. പൊള്ളി പലഹാരമാണ്, കാണാൻ നല്ല ഭംഗിയാണ്, എന്നാലും കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ബെല്ലേക്ക് നിൽക്കിയാൽ അതിൽ ഓളൊന്നും കൂടി നിൽക്കുക. ഇതുപോലെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അത് ആ ഒരു സമയത്ത് മിസ്സാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി പലഹാരമാണ് ഈ ഒരു പലഹാരം. നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ചൂട് കട്ടൻ്റെ കൂടെ ഒരൊറ്റ കടി കടിച്ചാലുണ്ടല്ലോ, പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ ഇത് ഒരുപാട് എരിവൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ പിന്നെ അളവ് കുറക്കട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, വെറൈറ്റിയാണ്, വലിയൊരു ചിലവൊന്നുമില്ല, കുറഞ്ഞ ചിലവുള്ളൂ. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത് നമ്മളെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മയോനൈസും അതുപോലെ തന്നെ തക്കാളി സോസും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, വേണമെങ്കിൽ കഴിക്കാമെന്ന് പറയുള്ളൂ. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ ഇതാട്ടോ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എന്തായാലും ഉണ്ടാക്കി വെക്കണേ, പിന്നെ ഷെയറും ചെയ്യണേ, പിന്നെ ലൈക്കും ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ അഭിപ്രായം കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത്. അപ്പോൾ ഇതാ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും.